ഗുഡ് ഈവനിങ്. വെൽക്കം ടു ടെക്നിക്കൽ എഡ്യൂസോൺ. അപ്പോൾ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. അതായത് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നുണ്ടാവും. അപ്പോൾ ഡിസംബർ മാസം ലാസ്റ്റോട് കൂടി എന്തായാലും നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവും. അതേപോലെ ആ ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷനിൽ എത്രയായിരുന്നു കട്ട് ഓഫ്, എത്ര പേർ റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നു, അതേപോലെ എത്ര അഡ്വൈസ് പോയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അതിനു മുന്നേ കമ്മീഷൻ ഡിസിഷൻ പറയുകയാണെങ്കിൽ പോയിന്റ് നമ്പർ 10 പൊതുമരാമത്ത് ഇലക്ട്രോണിക്സ് വിങ്ങിൽ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഓവർസീസ് ഗ്രേഡ് ഇലക്ട്രോണിക്സ് എന്ന രീതിയിലാണ് അവർ നോട്ടിഫിക്കേഷൻ ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോ ഇതിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷന്റെയും അതേപോലെ കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എത്ര അഡ്വൈസ് പോയിട്ടുണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ജനുവരി ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ മാക്സിമം ഡിസംബർ ലാസ്റ്റോടുകൂടി എന്ത് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം കാറ്റഗറി നമ്പർ വന്നിട്ടുള്ള 192/2019 ആണ് കേട്ടോ. അപ്പോ കാറ്റഗറി നമ്പർ 192/2019 അറ്റ് ദ ടൈം ഓഫ് നോട്ടിഫിക്കേഷൻ ഒരു വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന് ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ SLC+ ഡിപ്ലോമ ഇൻ റേഡിയോ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പ്രസന്റ് ആഫ്റ്റർ 3 years studying in recognized ടെക്നിക്കൽ സ്കൂൾ. ഓക്കെ, ആഫ്റ്റർ 3 years സ്റ്റഡി ഇൻ recognized ടെക്നിക്കൽ സ്കൂൾ. പിന്നെ സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം recognized സ്കൂൾ ആൻഡ് 3 years എക്സ്പീരിയൻസ് ഇൻ റേഡിയോ സർവീസിംഗ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗും പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസംബർ 2021 ഇരുപത്തെട്ടാം തീയതിയാണ് എക്സാം കണ്ടക്ട് ചെയ്തേക്കുന്നത്. ഷോർട്ട് ലിസ്റ്റ് വന്നേക്കുന്നത് 2022 ഒക്ടോബർ മാസമാണ്. അപ്പോൾ അതിൽ മെയിൻ ലിസ്റ്റില് ഓക്കെ 62.67 മാർക്കായിരുന്നു കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഇത് ഇനി എന്ത് ഇന്റർവ്യൂ ഉള്ളൊരു പോസ്റ്റാണ് കേട്ടോ. ഇത് ഇന്റർവ്യൂ ഉള്ളൊരു പോസ്റ്റാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നോട്ടിഫിക്കേഷൻ വന്നിട്ട് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നേക്കുന്നത് 9/3/2023 കേട്ടോ. 9/3/2023 റാങ്ക് ലിസ്റ്റ് വന്നേക്കുന്നത്. അപ്പൊ ഇവിടെ റാങ്ക് ലിസ്റ്റ് അവിടെ ഉണ്ട് അവിടെ ബേസിക്കലി. പിന്നെ എന്തുകൊണ്ടാണ് പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നത് വെച്ചാൽ എനിക്ക് തോന്നുന്നു മേ ബി ആ ലിസ്റ്റ് എക്സ്പയർഡ് ആയിട്ടുണ്ടാവും. മേ ബി അതിലുള്ള ആൾക്കാരെല്ലാവരും ഫില്ല് ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, അപ്പൊ കൂടുതൽ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരണം, എന്നാൽ മാത്രമേ നമുക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇതിലിപ്പം ഇനി 20 പേരാണ് മെയിൻ ലിസ്റ്റ് ഉണ്ടായിരുന്നത്. ഓക്കെ, ബാക്കി സപ്ലിമെന്ററി ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിൻ ലിസ്റ്റിൽ 20 പേരാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോ 12 ഓപ്പൺ കാറ്റഗറിയിൽ 12 അഡ്വൈസ്, 12ാം റാങ്ക് വരെ പോയിട്ട് ടോട്ടൽ 13 അഡ്വൈസ് ആണ് ടോട്ടൽ പോയിട്ടുള്ളത് ഇപ്പൊ. ഓക്കെ, ലാസ്റ്റ് അഡ്വൈസ് പോയേക്കുന്നത് നവംബർ മാസം 14ാം തീയതിയാണ്. അപ്പോ കൂടുതൽ അപ്ഡേറ്റ്സ് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.